ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാജ്മ കറി റെസിപ്പിയായിട്ടാണ്. രാജ്മ അല്ലെങ്കിൽ കിഡ്നി ബീൻസ് എന്ന് കൂടി പറയും അതിന്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു രാജ്മ മസാല ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ പൂരീൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. അപ്പോൾ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ചപ്പാത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റൈസിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് രാജ്മയാണ് എടുത്തിട്ടുള്ളത്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണിത്. അപ്പം 4-5 വിസിൽ നന്നായി വെന്ത് കിട്ടും. ചില രാജ്മയാണെങ്കിൽ 8-9 വിസിലൊക്കെ ആവും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. രാജ്മ നന്നായി വെന്താൽ മാത്രമേ കറിക്കൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഈ രാജ്മ ഞാൻ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെക്കുന്നുണ്ട്. ഒരു 4-5 വിസിൽ ഓഫ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ചിലരും ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം 5 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കായോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അതിൽ നിന്നൊരു രാജ്മ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കിയാൽ മതി. അപ്പം നല്ല സോഫ്റ്റായി വരുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടാവും. അപ്പം അതിലേക്ക് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുക്കിംഗ് ടൈം കുറച്ചും കൂടി കൂടും. അതൊന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. മസാലയിലേക്ക് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാളയും കൂടി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതല്ല, പേസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. വലിയ സൈസിലുള്ള നന്നായി പഴുത്ത 2 തക്കാളിയാണ്. അതും കൂടെ കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ ആവണം, പീസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മാത്രം മതിയാവും. പിന്നെ 2 ഗ്രാമ്പൂ, ഒരു ഏലക്ക, ബ്ലാക്ക് കാർഡമമാണ് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പൊട്ടി വരണം. ഇനി ഇതിലോട്ട് നമ്മുടെ സവാള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയി വരണം. സവാളേൻ്റെ പച്ചമണമൊക്കെ മാറണം, ഇല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ സാധാരണ സവാള കട്ട് ചെയ്തിട്ടല്ല ചേർക്കുക. അപ്പോൾ അതിനേക്കാളും കുറേ ടൈം ഇതിന് വേണ്ടി വരും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ രാജ്മ വേവിച്ചതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ്, കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഓരോ സ്മെല്ലും കൂടി മാറണം, ഒരു പച്ച ചൊവയുണ്ടാവും, അതും കൂടെ മാറണം. അപ്പോൾ ഇത് കുക്കായ ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മസാലയ്ക്ക് നന്നായി ഫ്രൈ ആയി വരുമ്പം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മിക്സീൻ്റെ ജാറിലോട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തക്കാളീൻ്റെയും നല്ല പച്ച സ്മെല്ലുണ്ടാവും, ഒരു പച്ചക്കുത്തുണ്ടാവും, അതും നല്ലോണം മാറിക്കിട്ടണം. ഈ ഉള്ളീൻ്റെയും തക്കാളീൻ്റെയും പച്ചക്കുത്ത് മാറിയില്ലെങ്കിൽ കറി കംപ്ലീറ്റ് മോശമാവും, നമുക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല, കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് നന്നായി കുക്കായ ശേഷം മാത്രം നമുക്ക് ബാക്കി ചെയ്യാം. കുറച്ചധികം ടൈം എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ, കറി ടേസ്റ്റ് ഉണ്ടായാൽ പോരെ. അപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം അടിയിൽ പിടിക്കും. അപ്പം നമ്മൾ വെള്ളമൊന്നും അധികം ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് രാജ്മ ചേർത്ത് കൊടുക്കാം. രാജ്മ വേവിച്ച വെള്ളം കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് രാജ്മ തവി കൊണ്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കറി കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി കുറച്ച് തിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചത് ലൂസാക്കി എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്മാൻ്റെ ഉള്ളിലോട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ, ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ.
ഇനി ഞാൻ ഇതിലോട്ട് ഒരു പച്ചമുളക് നടുവിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കറക്റ്റാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. അപ്പം സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പിയായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.